പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള എല്ലാ മലയാളികൾക്കും, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മധ്യപക്ഷത്തിനും ഈശ്വരവിശ്വാസിക്കും നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഓണത്തിൻ്റെ ആശംസകൾ, പ്രാർത്ഥനകൾ. ഭാരതം എന്ന രാഷ്ട്രം ആത്മീയതയെയും ഭൗതികതയെയും ഒരുമിച്ച് വളർത്തിയ രാഷ്ട്രമാണ്. ഭാരതത്തിൻ്റെ സന്ദേശം എന്താണ് എന്ന് അറിയാനുള്ള ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരം യജുർവേദത്തിൻ്റെ 40-ാം അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തിലെ 9-ാമത്തെ മന്ത്രമാണ്. വിദ്യാം ച അവിദ്യാം ച യസ്തത് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാ മൃതമശ്നുതേ. ലോകത്തിൽ 2 തരത്തിലുള്ള അറിവാണുള്ളത്. ഒന്ന് എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ്, ആന്തരികമായ അനുഭൂതിയുടെ തലത്തിൽ ഉയർത്താവുന്ന ആത്മീയമായ അറിവ്. അത് മനസ്സിനെ സ്വാധീനിക്കുന്നു. എക്സ്റ്റേണൽ എക്സ്പെരിമെന്റബിൾ സയന്റിഫിക് നോളജ്, ബാഹ്യമായ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താവുന്ന ശാസ്ത്രീയമായ അറിവ്, സയന്റിഫിക് ആയിട്ടുള്ള അറിവ്. അത് പലപ്പോഴും ശരീരത്തെ സ്വാധീനിക്കുന്നു. ഈ 2 അറിവ്, ആദ്യത്തെ അറിവിനെ വിദ്യ എന്ന് പറയുന്നു, രണ്ടാമത്തെ അറിവിനെ അവിദ്യ അല്ലെങ്കിൽ വിജ്ഞാനം എന്ന് പറയുന്നു. അവിദ്യയാ മൃത്യും തീർത്വ, സയന്റിഫിക് ആയിട്ടുള്ള അറിവ് കൊണ്ട് മാനവരാശിയുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ അതിജീവിച്ച് ദുഃഖങ്ങളില്ലാതെയാക്കാൻ വേണ്ടിയിട്ട് സയന്റിഫിക് ആയിട്ടുള്ള നോളജ് ഉപയോഗിച്ച് വിദ്യയാ മൃതമശ്നുതേ, ആത്മീയമായ അറിവ് കൊണ്ട് അമരത്വത്തെ പ്രാപിക്കുക, ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കുക. ഈ ഒരു വീക്ഷണമാണ് ഭാരതത്തിലെ എല്ലാ ആചാരങ്ങളിലുമുള്ളത്. എല്ലാ വിചാരങ്ങളിലും വിശ്വാസങ്ങളിലും സങ്കല്പങ്ങളിലും ഗ്രന്ഥങ്ങളിലും എല്ലാ കഥകളിലും അനുഭവ വിവരണങ്ങളിലും ഉപദേശങ്ങളിലും ജീവിത സത്യങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ അവതരിപ്പിക്കുമ്പോഴും എന്നും മനസ്സ്, ശരീരം ഇവയ്ക്ക് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ വരുത്താനുള്ള പന്താവുകൾ മാത്രമാണ് നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത്. മരണശേഷം സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി മനസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതല്ല ഒരു സാധാരണ മനുഷ്യന്റെ ലക്ഷ്യവും മാർഗവും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന വരി, അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന. ജനനത്തിന് മുമ്പുള്ള അവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ, മരണത്തിന് ശേഷമുള്ള അവസ്ഥയും അറിഞ്ഞുകൂടാ. ഇതിൻ്റെ 2ന്റെയും ഇടയ്ക്കുള്ള ഈ ജീവിതത്തെ ധന്യമാക്കുക. പരിധിക്കപ്പുറം ജനനത്തിന് മുമ്പുള്ള കാര്യത്തെക്കുറിച്ചോ മരണത്തിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ചോ പരിദേവനത്തിലൂടെ പോവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ജീവിതമെന്ന അത്ഭുത പ്രതിഭാസം, ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ഈ ജീവിതം ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. ആരും ജീവിതം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു. അത്ഭുതത്തോടുകൂടി ചിലർ ജീവിതത്തെക്കുറിച്ച് പറയുന്നു, ചിലരത് അത്ഭുതത്തോടുകൂടി കേൾക്കുന്നു. ജീവിതം തന്നെ അത്ഭുതത്തോടുകൂടി മറ്റു ചിലരെ കാണുന്നു. ഈ കാണുന്നവരും കേൾക്കുന്നവരും പറയുന്നവരും ഒന്നും യഥാർത്ഥ ജീവിതം എന്താണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ധന്യമായ ജീവിതത്തെ ധന്യമാക്കാനായി തന്നെ ഉപയോഗിക്കുക. മനസ്സിന് നന്മ വരുത്താൻ, എൻ്റെയും നിങ്ങളുടെയും നമ്മളുടെയും എല്ലാം മനസ്സ് നന്മ വരണം. അത് അസതോമാ സദ്ഗമയ,
തിന്മയിൽ നിന്ന് നമ്മുടെ മനസ്സ് നന്മയിലേക്ക് പോകണം. തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് നമ്മുടെ മനസ്സ് വെളിച്ചത്തിലേക്ക് പോകണം. മൃത്യോർമാ അമൃതം ഗമയ, നമ്മുടെ മനസ്സ് അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് പോകണം. അങ്ങനെ ഓം ശാന്തി ശാന്തി ശാന്തി, ആധ്യാത്മികമായ ശാന്തി. നമ്മുടെ മനസ്സിനുള്ളിൽ ശാന്തി ഉണ്ടാവണം. അത് ഒന്നാമത്തെ ശാന്തി. രണ്ടാമത്തെ ശാന്തി ഓം ശാന്തി ശാന്തി ശാന്തി. രണ്ടാമത്തെ ശാന്തി, നമുക്ക് ചുറ്റും നമ്മുടെ വീടിനകത്തും നമ്മുടെ പരിസരങ്ങളിലും ശാന്തി ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം. അതുപോലെ മൂന്നാമത്തെ ശാന്തി ആ അധിദേവതാ ശാന്തി, ഈ പ്രകൃതിയിൽ തന്നെ ശാന്തി ഉണ്ടാവണം. ഇപ്പം നമ്മളുടെ ശരീരത്തിനകത്ത് ശാന്തി ഉണ്ടാവണം, ആധ്യാത്മിക ശാന്തി. നമ്മുടെ ചുറ്റുപാടും ശാന്തി ഉണ്ടാവണം, ആദിഭൗതിക ശാന്തി. ഈ പ്രപഞ്ചത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട സർവ്വതിലും, അത് സമുദ്രമായാലും നദിയായാലും വായുവായാലും മേഘങ്ങളായാലും പർവ്വതങ്ങളായാലും വനങ്ങളായാലും എല്ലാം ശാന്തമായി നിലനിൽക്കണം. അങ്ങനെ ഒരു വീക്ഷണത്തോടു കൂടിയ ജീവിതമായിരുന്നു ഭാരതത്തിൽ ഉണ്ടായിരുന്നതും ഇപ്പോഴും അത് തന്നെയാണ് ഉള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാനാണ്, അത് നമ്മുടെ മനസ്സിൽ നിറയ്ക്കാനാണ്. കേട്ടത് കുറേ കഴിയുമ്പോൾ മറക്കും, വീണ്ടും കേൾപ്പിക്കണം. കണ്ടത് കുറേ കഴിയുമ്പോൾ മറക്കും, വീണ്ടും കാണിപ്പിക്കണം. ചർച്ച ചെയ്തത് കുറേ കഴിയുമ്പോൾ മറക്കും, അത് വീണ്ടും ചർച്ച ചെയ്യണം. ചിന്തിച്ചത് കുറേ കഴിയുമ്പോൾ മറക്കും, അത് വീണ്ടും ചിന്തിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നത് തന്നെ കുറേ കഴിയുമ്പോൾ അലോസരം കൊണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഡിവോഷനും കുറയും. അത് വീണ്ടും പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആഘോഷങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ ജനിച്ചു, ശ്രീകൃഷ്ണൻ ലോകത്തോട് യാത്ര പറഞ്ഞു. പിന്നെന്തിനാ കൃഷ്ണ ജയന്തി? മഹാത്മാഗാന്ധി ജനിച്ചു, മഹാത്മാഗാന്ധി ജീവിച്ചു, മഹാത്മാഗാന്ധി മരിച്ചു. പിന്നെന്തിനാ വീണ്ടും ഗാന്ധി ജയന്തി നമ്മൾ ഹോളിഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് ആഘോഷിക്കുന്നത്? എന്തിനാണ്? ഓർമ്മിപ്പിക്കാൻ. കേട്ടത്, കണ്ടത്, ചർച്ച ചെയ്തത്, ചിന്തിച്ചത്, ജീവിതത്തിൽ പകർത്തിയത് കാലം കഴിയുമ്പോൾ നമ്മളുടെ സ്മൃതിമണ്ഡലത്തിൽ നിന്ന് മാറുമ്പോൾ ഓർമ്മിപ്പിക്കാനാണ് അതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു ദിവസമാണ് ഓണം. ആ ഓണം ശരിക്ക് ധന്യമാണ്. പണ്ടത്തെക്കാളൊക്കെ നല്ല വ്യത്യാസം ഇപ്പം ഉണ്ട്. നമ്മുടെ ആചാരങ്ങൾ കുറേ നന്മ നിറഞ്ഞ രീതിയിൽ തിരിച്ചു വരുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കുന്നു, മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കുന്നു. അതായത് നല്ല രീതിയിൽ കൊടുത്താൽ ആരും സ്വീകരിക്കും. ഞാൻ ഇന്നലെ ഞാൻ ടി വിയിൽ കണ്ടത് ഉത്തർപ്രദേശിലും ബീഹാറിലും അതുപോലെ ഹരിയാനയിലുമെല്ലാം മദ്രസകളില് മോഡിയുടെ പ്രഭാഷണം അവർ കേൾപ്പിച്ചതിന് ശേഷം ഈ മദ്രസയിലെ കുട്ടികളോട് ഈ NDTV-കാരും ഹെഡ്ലൈൻസ് ടുഡേക്കാരും ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇത് കേട്ടത്? കേട്ടിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി? അവർ പറയുന്ന, ഞങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ കേട്ട് ദേശസ്നേഹം, ദേശപ്രേമം, ത്യാഗം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് വേണ്ടി മരിക്കല് മാത്രമല്ല, പ്രകൃതിയെ സംരക്ഷിക്കല്, അതുപോലെ വൈദ്യുതി സംരക്ഷിക്കല്, അതുപോലെ പുഴയും വെള്ളവും സംരക്ഷിക്കല്, പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കല്, ഇതെല്ലാം രാഷ്ട്ര സേവനമാണെന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ സ്കൂള് ക്ലീൻ ചെയ്യല്, ചുറ്റുപാടുകൾ വൃത്തിയാക്കി വെക്കല് എല്ലാം രാഷ്ട്ര സേവനമാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് ചെയ്യാൻ ഒരു വിഷമവും ഇല്ല, ഞങ്ങളത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് മദ്രസയിലെ കുട്ടികൾ പറയുമ്പോൾ ഓർമ്മിക്കാം. കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാനുള്ള ശ്രമം നടത്തിയാൽ ആ കൊടുത്തത് എടുക്കേണ്ടതുപോലെ എടുക്കേണ്ട സമയത്ത് എടുക്കുക തന്നെ ചെയ്യും. അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും. അങ്ങനെ ഓണത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഷുവിന്റെ സന്ദേശം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ രാമനവമിയുടെ സന്ദേശം എന്ന് പറയുന്നത്, വിജയദശമിയുടെയോ ദസറയുടെയോ സന്ദേശം എന്ന് പറയുന്നത് കുറെ കൂടി കടന്നു നോക്കാം. ക്രിസ്തുമസിന്റെയും റംസാന്റെയും ബക്രീദിന്റെയും സന്ദേശം എന്ന് പറയുന്നത് അങ്ങനെയും എടുത്തു നോക്കാം. അതല്ലെങ്കിൽ നല്ല കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ ജന്മദിനം, ലെനിന്റെയോ സ്റ്റാലിന്റെയോ എല്ലാവരുടെയും ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് നമ്മൾ ഏതോ ഒരു തരം റിച്വല് ആക്കി മാറ്റാതെ, ഇപ്പൊ അങ്ങനെ ആക്കി മാറ്റിയിട്ടില്ല. ഓണത്തിന് അങ്ങനെ റിച്വൽസ് വലുതായിട്ടൊന്നുമില്ല. ആവശ്യത്തിൽ കവിഞ്ഞ ആത്മീയതയും ഓണത്തിനില്ല, ആവശ്യത്തിൽ കവിഞ്ഞ മതപരമായ ചടങ്ങുകളും ഓണത്തിനില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ആവശ്യത്തിൽ കൂടുതൽ ഡോസ് മതമോ ആത്മീയതയോ ചേർക്കാതെ അത്യാവശ്യത്തിൽ ആത്മീയത ചേർത്ത് ബാക്കിയുള്ളത് ഓണം ആഘോഷിക്കുന്ന വേളയിൽ ഓരോ വ്യക്തിയുടെയും മനസ്സിന്റെ നന്മയ്ക്ക് ഓണം ഉപയോഗിക്കണം.
ഓരോ വ്യക്തിയുടെയും ശരീരം ആരോഗ്യത്തിലേക്ക് പോകാനുള്ള ഭക്ഷ്യവിഭവങ്ങൾ ഒന്ന് പുനരാവിഷ്കരിച്ച് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമായിട്ട് ഓണസദ്യ മാറണം. അപ്പം മനസ്സിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഓണത്തിനെ ഉപയോഗിക്കാം, ശരീരത്തിന്റെ ആരോഗ്യത്തിനായിട്ട് ഓണത്തെ ഉപയോഗിക്കാം. കുടുംബ ബന്ധം, അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്, സഹോദരി സഹോദരന്മാര്, ബന്ധുക്കള്, സുഹൃത്തുക്കള് ഒരുമിച്ച് ചേരാനുള്ള, നമ്മുടെ കുടുംബത്തിൽ ഐക്യമുണ്ടാവാനുള്ള ഏതാണ്ട് 4.3 മില്യൺ കേസുകളാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ളത് ഇന്ന് കോടതിയിലുള്ളതെന്നാണ് അറിഞ്ഞത്. 4.3 മില്യൺ, 43 ലക്ഷം കേസുകൾ കോടതി വ്യവഹാരങ്ങൾ ഇന്ന് കോടതിയിലുണ്ട്. ഇന്ന് തുടങ്ങിയത് 1942 മുതൽക്കുള്ള കേസുകളാണ്. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കാം, ഈ കുടുംബ ബന്ധങ്ങൾ മുഴുവനും വഴിയെ കൂടെ പോകുന്ന പരിചയമില്ലാത്തവരോട് പോലും നമ്മൾ സ്നേഹത്തോടുകൂടി പെരുമാറുമ്പോൾ ഒരേ അമ്മയുടെ ഗർഭത്തിൽ ജനിച്ച സഹോദരന്മാർ തമ്മിൽ വഴക്കിട്ട് ഈ ജീവിതത്തെ എന്തൊക്കെയോ ആണ് എന്ന് പറഞ്ഞ് വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനുമെല്ലാം ശ്രമിക്കുന്നതിനിടയ്ക്ക് ജീവിതം അവസാനിക്കുന്നത് അറിയുന്നില്ല. അപ്പോൾ ഓണം കുടുംബ ബന്ധം ദൃഢമാക്കാനായിട്ട് ഉപയോഗിക്കണം. ഇന്ന് ഓണാണ്, ഇന്ന് മുതൽക്ക് കുടുംബ ബന്ധത്തിലുള്ള തിന്മകൾ അകറ്റി ആ കുടുംബത്തെ അസതോമാ സദ്ഗമയ, ആ കുടുംബാംഗങ്ങളുടെ മനസ്സിനുള്ള തമസോമാ ജ്യോതിർഗമയ, ആ കുടുംബാന്തരീക്ഷത്തിലുള്ള മൃത്യോർമ അമൃതം ഗമയ. അപ്പം മനസ്സിന്റെ നന്മയ്ക്ക് ഓണം ഉപയോഗിക്കണം, ശരീരത്തിന്റെ ആരോഗ്യത്തിനുള്ള ആരംഭമായിട്ട് ഓണം ഉപയോഗിക്കണം, കുടുംബ ബന്ധം ദൃഢമാക്കാൻ ഓണം ഉപയോഗിക്കണം, സനാതന ധർമ്മത്തിന്റെ ഉജ്ജ്വലമായ വളർച്ചയ്ക്ക് ഓണം ഉപയോഗിക്കണം. ഓരോ ആഘോഷവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഇന്നും ആഘോഷിക്കുന്നത് എന്തിനാ? മഹാത്മാഗാന്ധി ലോകത്തിന്റെ മുമ്പിൽ വെച്ച ഒരു വലിയ തത്വശാസ്ത്രം, ആ വലിയ തത്വശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കാനാണ്. നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, 2019 മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മവാർഷികമാണ്. അപ്പോ 100ാം ജന്മവാർഷികമാണ് തോന്നുന്നു. അപ്പൊ ആ മഹാത്മാഗാന്ധിയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന വേളയില് മഹാത്മാഗാന്ധി മുമ്പോട്ട് വെച്ച സ്ത്രീ വിദ്യാഭ്യാസം, അതുപോലെ ശുചീകരണം, വൃത്തി, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ ഭാരതം സ്വയം പര്യാപ്തമാകണം. ഇപ്പൊ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ സന്ദേശങ്ങൾ ആ വ്യക്തിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം. ഇപ്പൊ ഓണത്തിന്റെ ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത്, ആ ഓണത്തിന്റെ മഹാബലിയും വാമനനുമെല്ലാം അവരെ എവിടെ ജനിച്ചവരാവട്ടെ എവിടെ മരിച്ചവരാവട്ടെ, ഇന്നലെ ഒരു സിനിമാ നടൻ, ഉണ്ണി എന്ന സിനിമാ നടൻ ഉണ്ണിക്കണ്ണനെ കാണാൻ പോകുന്നതിനെ കുറിച്ച് മാതൃഭൂമി ചാനലിലുണ്ടായിരുന്നു. അദ്ദേഹം തൃക്കാക്കര അമ്പലത്തിൽ വന്ന് പറഞ്ഞു, ഇവിടെയാണ് മഹാബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തിയതെന്ന്. എന്തൊരു പമ്പര വിഡ്ഢിത്താണ്! അത് മാതൃഭൂമി ചാനല് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. യഥാർത്ഥത്തിൽ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയിട്ടില്ല വാമനൻ. തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു സന്ദേശമാണ് എല്ലാവരുടെയും മനസ്സിൽ തരിക. ഒരു ചേമ്പുവിത്ത് പോലും നിങ്ങൾക്ക് ചവിട്ടി താഴ്ത്താൻ പറ്റുമോ? ഒരു ചെറിയ കല്ല് നിങ്ങൾക്ക് ഭൂമിക്കടിയിൽ ചവിട്ടി താഴ്ത്താൻ പറ്റുമോ? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയ മനുഷ്യനെ, 75 കിലോ ഭാരമുള്ള ഒരു മനുഷ്യനെ ഒരു 15 കിലോ ഭാരമുള്ള ഒരു കുട്ടി ചവിട്ടി താഴ്ത്തുമെന്ന പദത്തിന്റെ അർത്ഥം എന്താ? അത് മാത്രമല്ല, അങ്ങനെ ചവിട്ടി താഴ്ത്തി എന്ന് ഭാഗവതത്തിലോ മഹാഭാരതത്തിലോ പറഞ്ഞിട്ടും ഇല്ല. ആരോ പദപ്രയോഗത്തിലൂടെ ആവർത്തിച്ച് അതങ്ങനെ കൊണ്ട് എത്തിച്ചത് മാതൃഭൂമി ചാനല് ഒരു സിനിമാ നടന്റെ വാക്കിലൂടെ കാഷ്വലി പറഞ്ഞപ്പോ എത്ര പേരുടെ മനസ്സിലാ തെറ്റായിട്ടുള്ള ധാരണകൾ ഉണ്ടാവുക. ഉണ്ണിക്കണ്ണനെ കാണാൻ പോയ ഉണ്ണി പറഞ്ഞു വെച്ചത് കാഷ്വൽ ആണെങ്കിലും ഒത്തിരി പേരുടെ മനസ്സിലാണ് ആ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നത് എന്ന് ചാനലുകാർ പറഞ്ഞിട്ടില്ല, ആ സിനിമാ നടന് പറഞ്ഞിട്ടില്ല. ഓർമ്മിച്ചു നോക്കാം, നമ്മുടെ ധർമ്മത്തിന്റെ മഹാബലി നാടുവാണിരുന്ന കാലത്തെ മഹത്വം ഈ അദ്ദേഹം പറഞ്ഞ പോലെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ബാബു പോൾ പറഞ്ഞ പോലെ എത്ര മഹാനാണെങ്കിലും ആ മഹത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും അഹങ്കരിക്കാൻ അവകാശമില്ല.
അത് ഡോക്ടർ ബാബു പോൾ പറഞ്ഞത് എന്ത് കറക്റ്റായിട്ടുള്ള വരിക നോക്കുക. ഞാനൊരു വലിയ മനുഷ്യനാണ്, കുറെ പഠിച്ച ഒരാളാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വ്യക്തി അഹങ്കരിക്കുകയാണെങ്കിൽ അത് അഹങ്കാരം തന്നെയാണ്. അയാളെ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ നല്ലൊരു ഭരണാധികാരിയാണെന്നും പറഞ്ഞിട്ട് ഒരാൾ അഹങ്കരിക്കുകയാണെന്ന് വിചാരിക്കുക, അയാൾക്ക് കിട്ടുന്ന അഹങ്കാരത്തിന്റെ ശിക്ഷയല്ലേ ഈ അദ്ദേഹത്തിനെ ഒതുക്കലും കൺട്രോൾ ചെയ്യലും എല്ലാം. അപ്പോ എത്ര നന്മ നിറഞ്ഞ വ്യക്തിയാണെങ്കിലും ആ നന്മയുടെ പേരിൽ പോലും അഹങ്കരിക്കാൻ അവകാശമില്ല എന്ന് ഡോക്ടർ ബാബു പോൾ പറഞ്ഞ എത്ര വസ്തുതാപരമായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സന്ദേശമാണ് മഹാബലിയുടെ ജീവിതത്തിലൂടെ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ജനത അത് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ ഭാഗവതത്തിലും മഹാഭാരതത്തിലും ഉള്ളതെല്ലാം സത്യം, ധർമ്മം, നീതി, ന്യായം ഇത് പഠിച്ച് ഇത് പ്രചരിപ്പിച്ച് ഇത് സമൂഹത്തിൽ വരുത്തണം. അപ്പൊ ഓണ ദിവസം മൈൻഡ്, ബോഡി, ഫാമിലി, അവർ കൾച്ചർ, പിന്നെ സൊസൈറ്റി, ഈ ഓണത്തിന് അഭൂതപൂർവമായ കാര്യങ്ങൾ കണ്ടത് പാവപ്പെട്ടവര്, വിശക്കുന്നവര്, വേദനിക്കുന്നവര്, അനാഥര്, വൃദ്ധര്, ഇവർക്ക് ധാരാളം കാര്യങ്ങൾ കൊടുക്കാം. ഇന്നലെ കൈമനത്തെ മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ ഞാൻ പോയിരുന്നു ഇന്നലെ. ഇപ്പോൾ പാവപ്പെട്ട കുറേ പേർക്ക് വസ്ത്രം കൊടുത്തിട്ടുണ്ട്, ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ സ്വാമിമാര്, അയുദ്ധ എന്ന് പറയുന്ന അമ്മയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന യുവാക്കള്, അവരാണ് കുറേ പേർക്ക്, പാവങ്ങൾക്ക് ജാതി മതം നോക്കാതെ ഓണപ്പുടവയെല്ലാം കൊടുത്തു. മാത്രമല്ല ആ ഓണപ്പുടവയും അതിനുള്ള ചെലവും എല്ലാം വഹിച്ചത് അമ്മയുടെ അമൃത യൂണിവേഴ്സിറ്റി വിശ്വവിദ്യാലയത്തിൽ പഠിച്ച് ജോലി കിട്ടിയ വിദ്യാർത്ഥികളാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്തത്. ഇപ്പൊ സമൂഹത്തിൽ വേദനിക്കുന്നവരുണ്ട്, വിശക്കുന്നവരുണ്ട്. ഞാൻ അവിടെ പോയിരുന്നു, കുറെ അറിയാവുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പൊ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും നന്മ ചെയ്യാനുള്ള ഒരു ദിവസവും കൂടി ആയിരിക്കണം ഓണം. അപ്പൊ മനസ്സ്, ശരീരം, കുടുംബം, നമ്മുടെ സംസ്കാരം, നമ്മുടെ സമൂഹം, രാഷ്ട്രം, ശരിക്ക് രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രഥനം, രാഷ്ട്രത്തിന്റെ ഐക്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓണത്തിന് കേരളത്തിൽ വന്നാൽ മതി എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. ആ അഭിമാനത്തോടുകൂടി പറയാം, 150% അഭിമാനത്തോടുകൂടി പറയാം. ഞാൻ തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ കിഴക്കേക്കോട്ടയില് ആ തിരുവനന്തപുരം ടൗണിനകത്ത് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള പാവപ്പെട്ടവരും അല്ലാത്തവരും അവരുടെ പ്രോഡക്റ്റ് വിൽക്കുന്ന കാഴ്ച പോത്തീസിലും അല്ലെങ്കിൽ രാമചന്ദ്രൻസിലും അതല്ലെങ്കിൽ കല്യാണിലും അതല്ലെങ്കിൽ ഭീമ ജ്വല്ലറിയിലും മാത്രമല്ല ആൾക്കാർ പോകുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരായി പട്ടികയടിച്ച് വെറുതെ റോഡ് സൈഡില് വിൽക്കുന്നവർ, സോക്സ് വിൽക്കുന്നവരുണ്ട്, ടൈ വിൽക്കുന്നവരുണ്ട്, ഷൂലേസ് വിൽക്കുന്നവരുണ്ട്, പാവ വിൽക്കുന്നവരുണ്ട്. അതിലെ ഭൂരിഭാഗവും ആസാമിൽ നിന്ന് വന്നവരും അരുണാചലിൽ നിന്ന് വന്നവരും ജമ്മു കാശ്മീരിൽ നിന്ന് വന്നവരും ഉത്തർപ്രദേശിൽ നിന്ന് വന്നവരും ബംഗാളിൽ നിന്ന് വന്നവരും രാജസ്ഥാനിൽ നിന്ന് വന്നവരും എല്ലാവരും ഉണ്ട്. ഒരു മഹാബലിയുടെ കഥ ആ മഹാബലിയുടെ കഥ ഭാഗവതത്തിലും മഹാഭാരതത്തിലും തന്നത് രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രഥനത്തിന് നമ്മൾ എങ്ങനെയാ ഉപയോഗിച്ചത് നോക്കാം. ഞാൻ ഇന്നലെ കിഴക്കേക്കോട്ടയിലൂടെ പോയപ്പോ 2, 3, 4 പോലീസുകാരേ ഉള്ളൂ. മഫ്റ്റിയിൽ ഉണ്ടാവുമായിരിക്കാം കുറച്ചും കൂടി കൂടുതൽ. അപ്പൊ സ്വന്തം രാഷ്ട്രത്തിലെ ജനത, വിവിധ ഭാഷ സംസാരിക്കുന്നവര്, വിവിധ ഭക്ഷണ രീതി, വിവിധ ചര്യകളിലൂടെ പോകുന്നവര്, ഒരൊറ്റ രാഷ്ട്രത്തിന്റെ മക്കളായിട്ട് ഈ ഓണത്തിന് അവരുടെ നാട്ടിലുണ്ടാക്കിയ ഉൽപ്പന്നങ്ങള് വളരെ തുച്ഛമായ വിലയ്ക്ക് കേരളത്തിൽ വിൽക്കാം. ഈ രാംരാജ് മുണ്ടുകളുടെ വിൽപ്പനക്കാരൻ മിനിഞ്ഞാന്ന് വളവിൽ മനോരമയിലാണെന്ന് തോന്നുന്നു, അയാൾ വിവരിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു മുണ്ട് ഞങ്ങള് 8 മാസം ഉണ്ടാക്കുന്നത്, 8 മാസം ഉണ്ടാക്കുന്ന രാമരാജ് തുണികള് മുഴുവനും ഒരൊറ്റ ഓണത്തിന് കേരളത്തിൽ വിറ്റഴിക്കുകയാണ്. ഇപ്പൊ തമിഴ്നാടുകാര് പറയുകയാണ്, കേരളമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യുമായിരുന്നു. അത് ചിരിച്ചോണ്ടാ ചോദിക്കുന്നത് തമിഴില്. നല്ല രസം തോന്നി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കർണാടകക്കാർക്കും തമിഴ്നാട്ടുകാർക്കും നമ്മുടെ ആന്ധ്രക്കാർക്കും ജമ്മു കാശ്മീരിലുള്ളവർക്കും ആസാംകാർക്കും എല്ലാം കേരളം ഇന്നൊരു പൂക്കളാണ്. വിവിധ നിറത്തിലെ വിവിധ ഗന്ധത്തിലുള്ള പുഷ്പങ്ങളെല്ലാം മാവേലിക്ക് ചുറ്റുമിട്ട് ഓണപ്പൂക്കളം ഇടുന്ന പോലെ ഇന്ന് ഭാരതമാതാവിന്റെ
ആ ഓണത്തപ്പൻ ഭാരതമാതാവിന്റെ ചുറ്റും വിവിധ ഗന്ധങ്ങളും നിറങ്ങളുമുള്ള ആ ഭാരതീയ ജനതയുടെ ഓണപ്പൂക്കളായിടുന്ന കാഴ്ച ഒറ്റ വ്യക്തി ഒരാളും മറ്റേ ആളോട് ചോദിക്കണില്ല താൻ എവിടെന്നാ വന്നേ, താൻ എന്തിനാ വന്നത്. അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്. തട്ടുകട ഇട്ടിരിക്കുന്ന മിക്കവാറും മുസ്ലിങ്ങളാണ്. ചെറിയ ചെറിയ പെട്ടിക്കടമാരിട്ടിരിക്കുന്ന മിക്കവാറും മുസ്ലിങ്ങളാണ്. ഒരു ഹിന്ദുവും ചോദിച്ചിട്ടില്ല താൻ മുസ്ലിം ആണോ, അല്ലെങ്കിൽ ഒരു ഹിന്ദുവും വിചാരിച്ചിട്ടില്ല ഓണത്തിന് ഇയാളുടെ അടുത്ത് നിന്ന് മേടിക്കണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വരി പറയുന്നത്, അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ പോലും ഇടവരരുത്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അവിടെ ക്രിസ്ത്യാനി ഇല്ല, മുസ്ലിം ഇല്ല, ഹിന്ദു ഇല്ല, ഒന്നുമില്ല, എല്ലാം ഭാരതീയര്. ഈ ഭാരതത്തിന്റെ ഐക്യം എത്ര ഗംഭീരമായിട്ട് അവിടെ നടക്കുന്നത്. ഇതുപോലെ തിരിച്ചും ഹോളി ആയാലും ശരി, അല്ലെങ്കിൽ രാമനവമി ആയാലും ശരി, അല്ലെങ്കിൽ ദസറ ആയാലും ശരി, നമ്മൾ മലയാളികള് എത്ര പേരാ കർണാടകത്തിലേക്ക് പോവാം, പൊങ്കല് തമിഴ്നാട്ടിൽ എത്ര ഗംഭീരമായിട്ട് ആഘോഷിക്കാം, മകരസംക്രാന്തി ആന്ധ്രയിൽ എന്ത് ഗംഭീരമായിട്ട് ആഘോഷിക്കാം, വിനായക ചതുർത്ഥി മഹാരാഷ്ട്രയിൽ എങ്ങനെ ആഘോഷിക്കാം. എന്നിട്ട് ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്നലെ ധാരാളം സ്ഥലത്ത് ഓണപ്പൂക്കളം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇടുന്നത് കാണിക്കേണ്ടായി. ഇന്നലത്തെ മാതൃഭൂമിയിൽ വരികയുണ്ടായി. നല്ല ഗംഭീരമായിട്ട് സൂചനയില മുതൽക്ക് എല്ലാ സാധനങ്ങളും കേരളത്തിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കുക ഓണത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ പോലും അറിയാതെ ഓണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കാഴ്ച. അതിൽ അവിടുത്തെ മുസ്ലിം ഷെയ്ഖുമാരും സുൽത്താൻമാരും ഒക്കെ വരുന്നുണ്ട്. അപ്പോ ഓണം എന്നുള്ളത് ദേശത്തിന്റെ ബൗണ്ടറിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോയി ഒരു അന്തർദേശീയ ലെവലിലേക്ക് എത്തുക. ഇങ്ങനെ തന്നെ ദീപാവലിയുമായി, വിഷുവുമായി, ഇങ്ങനെ തന്നെ എല്ലാമായി പരിധിക്കപ്പുറം മതം അതിനകത്ത് ചേർക്കരുത്. പരിധിക്കപ്പുറം ആത്മീയതയും ചേർക്കരുത്. ആത്മീയത കൂടുതലായാൽ അത് ഓവർഡോസ് ആയിത്തീരും. ഈ ആഘോഷങ്ങള് മദ്യവും മാംസവും ചോരയും തിന്നാനും കുടിക്കാനുള്ള അവസരമാക്കരുത്. ഈ ആഘോഷങ്ങളിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെല്ലാം ആത്മാർത്ഥമായി പങ്കെടുക്കണം. ഈ ആഘോഷം ആരെയെങ്കിലും ചൂഷണം ചെയ്യാനുള്ളതാവരുത്. അതുപോലെ തന്നെ വിഷമദ്യം വിൽറ്റ് കുറെ പേരുടെ മരണത്തിന് കാരണമായി കുറെ കാശുണ്ടാക്കാനുള്ളതാവരുത്. നന്മകൾ മാത്രം നമ്മുടെ പൂർവികര് പറഞ്ഞത് എടുക്കണം. പൂർവികര് പറഞ്ഞത് അവരുടെ കാലത്ത് ജീവിച്ചിരുന്നവർക്കാണെന്നുകൂടി മറക്കരുത്. അത് അതേപോലെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ആപ്ലിക്കബിൾ ആക്കാൻ ശ്രമിക്കരുത്. അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് വേണം ഓണം ആഘോഷിക്കാൻ. അങ്ങനെ തിന്മയില്ലാത്ത നന്മ നിറഞ്ഞ ഒരു കഥയുടെ അടിസ്ഥാനത്തിൽ ഒരു വലിയ സംഭവം ഇന്ന് ഓണം കേരളീയർ ലോകത്തിൽ എവിടെയെല്ലാം ഉണ്ടോ, കേരളീയരുമായി ബന്ധപ്പെട്ടവരെവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഇന്ന് ഓണത്തിന്റെ നന്മകള് മനസ്സിന്, ശരീരത്തിന്, കുടുംബ ബന്ധത്തിന്, ഈ സംസ്കാരത്തിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാഷ്ട്രത്തിന് ധന്യമായ അനുഭൂതി ഉണ്ടാക്കുന്നതായി തീരട്ടെ, അനുഭൂതി വരുത്തുന്നതായി തീരട്ടെ എന്ന നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പ്രവർത്തകര് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് 15ാമത്തെ വർഷത്തിലേക്ക് കടന്നു. കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു, സന്തോഷമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേന്ദ്രമായ തൃശ്ശൂര് കേച്ചേരിക്കടുത്തുള്ള നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ ഇന്നലെയും ഇന്നുമായിട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും വന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ അവർക്കെല്ലാം ജിലേബി കൊടുത്തു. ധാരാളം രക്ഷാകർത്താക്കളെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട്. അവർക്കെല്ലാവർക്കും നല്ല ഫെലിസിറ്റേഷൻ കൊടുത്തു. ടീച്ചേഴ്സ് എല്ലാവരും ഒരുമിച്ചിരുന്നു. ചുരുക്കത്തില് ഒരു രാഷ്ട്രത്തിന്റെ ഐക്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന വിധത്തില് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ നാഷണൽ ഹെറിറ്റേജ് സെന്റർ തൃശ്ശൂർ കേച്ചേരിയിൽ ഇതെല്ലാം നടത്തുകയുണ്ടായി. അപ്പോ സ്വന്തം ജീവിതത്തിൽ ഇതെല്ലാം പകർത്തിയിട്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത് എന്ന് കൂടി സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ഓണത്തിന്റെ മഹത്വം, ആശംസകള്, പ്രാർത്ഥനകള് എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നത്. പ്രണാമം. നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗദീശ്വരൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകട്ടെ എന്ന് വീണ്ടും വീണ്ടും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
വീണ്ടും പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.